തിരുമേനി SNDP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി PS ആദിദേവിന് പുത്തൻ സൈക്കിൾ ലഭിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. സൈക്കിൾ വാങ്ങാൻ സൂക്ഷിച്ച തന്റെ സമ്പാദ്യ കുടുക്കയിലെ മുഴുവൻ പണവും വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകിയ തിരുമേനി SNDP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി PS ആദിദേവിന് പുത്തൻ സൈക്കിൾ ലഭിച്ചു. സൈക്കിൾ വാങ്ങാനായി അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ ലഭിക്കുന്ന നാണയത്തുട്ടുകളും പഠനത്തിന് കിട്ടിയ ക്യാഷ് അവാർഡുകളും സൂക്ഷിച്ചു വെച്ചതായിരുന്നു ആദിദേവ്. ആ പണമടങ്ങിയ കുടുക്ക ഒന്നാകെ സ്കൂളിൽ മാതാപിതാക്കൾക്കൊപ്പമെത്തി ഹെഡ്മാസ്റ്ററെ ഏൽപ്പിക്കുകയായിരുന്നു. ആദിദേവിന്റെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞ തിരുമേനിയിലെ വ്യാപാരിയായ കുഴിക്കാലായിൽ സിജോയാണ് ആദിദേവിന് പുതിയ സൈക്കിൾ സമ്മാനിച്ചത്. ആദിദേവ് എന്ന കൊച്ചുമിടുക്കൻ അവൻ ചെയ്ത സൽപ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് അന്നേരം തോന്നിയതാണ്, അവൻ്റെ ഈ പ്രവൃത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാകാനും ഭാവി തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയായി തീരുന്ന ഒരു പ്രവൃത്തിയാണ് ഇവൻ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ മാഷിനെ വിളിച്ചു പറഞ്ഞു, മാഷെ അവനൊരു സൈക്കിൾ നമുക്ക് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞു, മാഷെ ഞാൻ ഇന്ന് സൈക്കിൾ മേടിച്ച് കൊണ്ടുവരാം, അവരോട് പറഞ്ഞ് നമുക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ പൊന്നുമോന് ഒരുപാട് അഭിനന്ദനങ്ങളും നമുക്ക് അഭിമാനം തോന്നുന്നു. നമ്മളെ തിരുമേനിക്കാർക്ക് എല്ലാവർക്കും അഭിമാനമാകുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. മറ്റുള്ളവരും ഇത് മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യാധ്യാപകൻ PM സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് KC പ്രസൂൺ, അധ്യാപകരായ NJ വർഗീസ്, മഞ്ജു മധു, T നിഷാകുമാരി, KR മിനി, KR രമ്യ, മദർ PTA പ്രസിഡന്റ് ദീപ സിജോ എന്നിവർ സന്നിഹിതരായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുക്ക പൊട്ടിച്ച് നൽകിയത് എല്ലാവരും കണ്ടില്ലേ? അപ്പോ ആദിദേവ് സൈക്കിൾ വാങ്ങിക്കാനായിട്ട് വെച്ചിരുന്ന പൈസയാണ് ആ വയനാട്ടിലെ ആളുകളുടെ ഒക്കെ സങ്കടം കണ്ടപ്പോൾ, ആ ബുദ്ധിമുട്ടെല്ലാം കണ്ടപ്പോൾ ആദിദേവിന് തോന്നി ആ പൈസയൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ ആദിദേവ് ആ പൈസ സ്കൂളിലെത്തി അധ്യാപകർക്ക് കൈമാറുക ചെയ്ത്. അത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദിദേവിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സൈക്കിൾ മേടിക്കണമെന്ന്. പക്ഷെ ആ ആഗ്രഹം മാറ്റി വെച്ചിട്ടാണ് ആദിദേവ് എന്ത് ചെയ്തത്? നമുക്ക് ഈ പൈസ തന്നത് സ്കൂളിലേക്ക്. അപ്പോൾ ആദിദേവിന്റെ ആഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട സിജോ, തിരുമേനിയിലെ കച്ചവടക്കാരനാണ് സിജോ ചേട്ടൻ, നിങ്ങൾക്കെല്ലാം അറിയത്തില്ലേ? സിജോ ചേട്ടന് ആദിദേവിന് ആ സൈക്കിൾ വാങ്ങിക്കൊടുക്കുവാണെന്ന്. അപ്പൊ അവന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സൈക്കിൾ വേണമെന്ന്. ഇപ്പൊ അവന് ആ സൈക്കിൾ ഇന്ന് കിട്ടുകയാണ് ചെയ്തത്. ഇവന്റെ വലിയ മനസ്സിനുള്ള ഒരു അംഗീകാരമായിരുന്നു. നന്മ ചെയ്യുക എന്നുള്ള ഒരു കാര്യം, മറ്റുള്ളവരെ സഹായിക്കുക, തന്നാലാവുന്ന ഒരു സഹായമാണ് ആദിദേവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് ഇവൻ, അല്ലേ? അപ്പം നമുക്ക് ആദിദേവിന്റെ പേരിൽ അഭിമാനിക്കാം. ഓക്കെ, എല്ലാവരും നല്ല ക്ലാപ്സ് കൊടുത്തേ. ദേവിന് തോന്നിയെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ നാട്ടിലും നല്ല മനസ്സുള്ള കുറേ കുട്ടികൾ, നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം നല്ല മനസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ സഹജീവികളെ സഹായിക്കുമ്പോഴാണ് നമ്മൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി മാറുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്കെല്ലാം പ്രചോദനമായ ആദിദേവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇതോടൊപ്പം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആൽലിയ പ്രസൂൺ തന്റെ ജന്മദിനാഘോഷങ്ങൾ മാറ്റിവെച്ച് ആ തുക വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാനായി സ്കൂൾ ഹെഡ്മാസ്റ്റർ PM സെബാസ്റ്റ്യനെ ഏൽപ്പിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.